എൻ്റെ വീഡിയോ കണ്ട് അതിൽ കമൻ്റ് ഇടുന്നവരുടെ പേരുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ചിത്രം വരക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചിത്രം അങ്ങനെ സെലക്ട് ചെയ്ത ഒരു പേര് കൊണ്ടാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ. ഒരു താഴ്വാരത്തിൽ 3 വീടുകളുടെ പണി ആരംഭിച്ചു. അതിൽ ഒന്നാമത്തെ വീട് വളരെ വലുതും തലയെടുപ്പുള്ളതും ആയിരുന്നു. അവൻ ആ പ്രൗഢിയിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ ഞൊളിഞ്ഞു നിന്നു. രണ്ടാമത്തെ വീടാകട്ടെ ആദ്യത്തെ വീടിനേക്കാളും വലുതും പരിഷ്കാരമുള്ളവനുമായിരുന്നു. അവൻ 2 നിലയുള്ളവനായിരുന്നു. അതിൻ്റെ അഹങ്കാരത്തിൽ അവനും അങ്ങനെ ഞൊളിഞ്ഞു നിന്നു. എന്നാൽ മൂന്നാമത്തെ വീട് അത് വളരെ കുഞ്ഞതായിരുന്നു. മറ്റ് 2 വീടുകളും അവനെ കളിയാക്കാൻ തുടങ്ങി. ഇതേ മനുഷ്യർക്ക് താമസിക്കാനുള്ള വീടല്ല, വല്ല കോഴിക്കൂടോ മറ്റാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടും ഇവനെ കളിയാക്കി. കുഞ്ഞുവീടിന് ഒരുപാട് സങ്കടമായി. വിഷമിച്ച് നിൽക്കുന്ന കുഞ്ഞുവീടിനെ കണ്ടപ്പോൾ തൊട്ടടുത്ത് നിന്ന മുത്തശ്ശിമാരൻ പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരം ആദ്യം ഒന്ന് കുറക്ക്. വീടുകളുടെ വലുപ്പം നിശ്ചയിക്കുന്നത് അവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാരുടെ മനസ്സ് പോലെയാണ്. ആൾക്കാർ ആ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ താമസിച്ചാൽ അത് വലിയ വീടാകും. അതേസമയം അവിടെയുള്ളവർക്ക് സന്തോഷമോ സമാധാനമോ ഒന്നുമില്ലെങ്കിൽ ആ വീടിന് എത്ര വലുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മുത്തശ്ശിമരം പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചു. ആദ്യത്തെ വീട്ടിലുള്ളവർ എപ്പോഴും അടിയായി. അവസാനം പിണങ്ങിപ്പോയി ആ വീട് പൂട്ടിയിട്ടു, കാട് പിടിച്ചു കിടന്നു. രണ്ടാമത്തെ വീട്ടുകാരാകട്ടെ അവർ വിദേശത്ത് എവിടെയോ ഉള്ളവരായിരുന്നു. ആ വീട്ടിലേക്ക് അവർ വരാറേ ഇല്ലായിരുന്നു. എന്നാൽ മൂന്നാമത്തെ വീട്ടിലെ അമ്മയും കുഞ്ഞും അച്ഛനും അവർ ഹാപ്പി ആയിട്ട് അവിടെ ജീവിച്ചു. അതുകൊണ്ട് ആ വീടിനും ഒരുപാട് സന്തോഷമായി. വീടുകളുടെ വലുപ്പം കണക്കാക്കേണ്ടത് ആ വീട്ടിലുള്ളവർ എങ്ങനെ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് 3 വീടുകൾക്കും മനസ്സിലായി. ഹായ് ആര്യ, ശ്രീഹരി, നിവേദിത, നിവേദ്, ഗൗരി, ആഞ്ചൽ, സീതൾ.